അദ്ദേഹത്തിന്റെ കവചവും കുണ്ടലവുമാണ് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ADGP ഒരു കണികാണാൻ കൊള്ളാത്തൊരു ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ പോലീസ് ഫോഴ്സിനുള്ളിൽ ഏറ്റവും വഷളനായ ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അയാളുടെ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഏറ്റവും കഴിവിട്ട ഉദ്യോഗസ്ഥനാണ്. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ഒരു കാരണവശാലും തലയിൽ തൊപ്പി വെക്കാൻ അനുവദിക്കപ്പെടാൻ പാടില്ലാത്തൊരു ഉദ്യോഗസ്ഥനുമാണ്. ഇത് രണ്ടും സത്യമാണ്. അപ്പൊ എന്തുകൊണ്ട് കഴിവില്ലാത്ത മനുഷ്യനെ മേധാവിയായിട്ട് വെച്ചിരിക്കുന്നു? എന്തുകൊണ്ട് കഴിവ് കൂടുതലായ ഒരാളെ ഈ ക്രമസമാധാന ചുമതല കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ആളുകളെ ദുരുപയോഗം ചെയ്യും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് അന്വേഷണം നടക്കാത്തത്. അതുകൊണ്ടല്ലേ ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷികളും സ്വന്തം പാർട്ടിക്കാരും ഒക്കെ അങ്ങനെയാണ് ഇയാളെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടും അത് പറ്റില്ല, ഇയാൾ തന്നെ വേണം എന്ന് മുഖ്യമന്ത്രി വാശി പിടിക്കുന്നു. വളരെ ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും സംശയമുള്ളത്. അപ്പൊ ഈ നേതാക്കന്മാരവിടെ ഉണ്ടതിൽ അവരുടെ കർണക്കുറ്റിക്ക് ഒരു അടി വെച്ചു കൊടുത്തെങ്കിൽ ഒരാൾ ചോദിക്കില്ല ആരാണിത്, ആരോട് ചോദിച്ചിട്ടാണ് കമ്മീഷണറെ കർണത്ത് അടിച്ചതെന്ന് ചോദിച്ചാൽ തൃശ്ശൂരെ ഭൂരിപക്ഷം ആൾക്കാരുടെ നിർദ്ദേശം പ്രകാരമാണ് ഞാൻ അടിച്ചതെന്ന് പറയാം. അത് ചെയ്യാതെ അവിടെ കുന്തം മെഴുക പോലെ നിന്ന് ഈ ജനനേതാക്കന്മാർക്കല്ല, അവരാണ് ഈ പൂരം കലക്കിന്റെ ശരിയായ. നമസ്കാരം. പുരാണ ഇതിഹാസങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പുരാണം മഹാഭാരതം തന്നെയാണ്. മഹാഭാരതത്തിൽ അത്യുജ്വലമായ ഒരു കഥാപാത്രമുണ്ട്. കർണൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കർണനെ എപ്പോഴും കാത്തു സംരക്ഷിച്ചിരുന്നത് കവച കുണ്ടലങ്ങളാണ്. കർണന്റെ കവചകുണ്ടലങ്ങളാണ് അദ്ദേഹത്തിന് എപ്പോഴും രക്ഷയേകിയിരുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രക്ഷകനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കവചകുണ്ടലമാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും ADGP MR അജിത് കുമാറും. ഇതെന്റെ വാക്കുകളല്ല, അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ വാക്കുകളാണ്. ക്രൈമിന്റെ ലേഖകനായ അയ്യപ്പദാസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്തരത്തിൽ ചില തുറന്നു പറച്ചിലുകൾ നടത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ കവചകുണ്ടലങ്ങളായി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ADGP MR അജിത് കുമാറും പ്രവർത്തിക്കുന്നത്. തലയിൽ തൊപ്പി വയ്ക്കാൻ യാതൊരു തരത്തിലും യോഗ്യതയില്ലാത്ത, പോലീസിന്റെ യൂണിഫോം ഇടാൻ യാതൊരു തരത്തിലും യോഗ്യതയില്ലാത്ത ഒരാളാണ് ADGP MR അജിത് കുമാർ. മുഖ്യമന്ത്രിയുടെ വഴിവിട്ട ചില നീക്കങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയെ സംരക്ഷിച്ചു പിടിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ADGP MR അജിത് കുമാറിനെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ സേനയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രിയുടെ കവചകുണ്ടലങ്ങളായി തന്നെയാണ് ADGP MR അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയെയും വച്ചുകൊണ്ടിരിക്കുന്നത്. അത് സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഇവർക്ക് തൃശൂർ പൂരം കലക്കിയതിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന അയ്യപ്പദാസിന്റെ ചോദ്യത്തോട് പ്രതികരിക്കുമ്പോഴാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്തരത്തിൽ പ്രതികരിച്ചത്. തീർച്ചയായും അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ അതിൽ നടന്നിട്ടുണ്ടാകാം. തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരം ആളുകളെ സേനയിൽ വച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ക്രൈമിന്റെ പ്രത്യേക ലേഖകനായ അയ്യപ്പദാസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത്. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് ADGPക്ക് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് തനിക്ക് പറയാനാകില്ല എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കർ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ കലക്കാൻ പറ്റുന്ന ഒന്നാണോ തൃശൂർ പൂരം? അങ്ങനെയെങ്കിൽ അതിനെന്തോ കുഴപ്പമുണ്ട്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കമ്മീഷണർ അങ്കിത് അശോക് എന്ന് പറയുന്ന വിവരം കെട്ട ഒരു പോലീസുകാരന്റെ പ്രവൃത്തി കൊണ്ട് തന്നെയാണ് തൃശൂർ പൂരം കലങ്ങിയത് എന്ന് പറയുമ്പോൾ, ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ R ബിന്ദു, മറ്റൊരു മന്ത്രിയായ രാജൻ, മുൻ മന്ത്രിയായിരുന്ന സുനിൽ കുമാർ, ഇവരൊക്കെ ഈ സ്ഥലത്തുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഈ അങ്കിത് അശോകൻ എന്ന് പറയുന്ന കമ്മീഷണറുടെ ഈ ഇത്തരം വഴിവിട്ട പ്രവർത്തനങ്ങളെ കുറിച്ച് മേലാവിലേക്ക് അറിയിക്കുവാൻ ഇവർക്ക് സാധിക്കാതെ പോയത്? അല്ലെങ്കിൽ ഇവർ തന്നെ മന്ത്രിസഭയുടെ ഭാഗമാണല്ലോ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ വഴിവിട്ട ഒരു പ്രവർത്തനം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ചെകിട്ടത്ത് നോക്കി, കരണത്ത് നോക്കി ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ ഈ മന്ത്രിമാർക്ക് ഒന്ന് പൊട്ടിക്കാൻ കഴിയാതെ പോയത്? അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥൻ തീർച്ചയായും നേരായ വഴിക്ക് വന്നേനെ. ഇനി അതിന് ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികൾ കൈക്കൊള്ളേണ്ടി വന്നാൽ, അല്ലെങ്കിൽ നിയമ നടപടികളുടെ ഭാഗമായി ഇവർ ജയിലിൽ പോകേണ്ടി വന്നാൽ പോലും ഇവർ ഇതാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിച്ചത്. അതായത് ഈ പൂരം കലക്കിയ സമയത്ത് പൂരപ്പറമ്പിൽ ഉണ്ടായിരുന്ന മന്ത്രി R ബിന്ദുവും രാജനുമെല്ലാം ചേർന്ന് ഈ അങ്കിത് അശോകനെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതികരണം ഉയർത്തിയിരുന്നെങ്കിൽ ഇയാൾ ഇത്തരത്തിൽ പ്രവർത്തിക്കില്ലായിരുന്നു എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എടുത്തു പറഞ്ഞത്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി ADGP MR അജിത് കുമാർ തൃശൂർ പൂരം കലക്കിയത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് തനിക്കറിയില്ല എന്നുണ്ടെങ്കിലും
RSSന്റെ നേതാക്കളുമായി ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്നെയായിരിക്കാം കൂടിക്കാഴ്ച നടത്തിയത് എന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ സമ്മതിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ കവചങ്ങളായി കവചകുണ്ടലങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെയാണ് ADGP MR അജിത് കുമാറും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്ന് തന്നെയാണ് അഡ്വക്കേറ്റ് ജയശങ്കർ തുറന്നടിക്കുന്നത്. ക്രൈമിന്റെ പ്രത്യേക ലേഖകനായ അയ്യപ്പദാസിന് നൽകിയ അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ മുഖ്യമന്ത്രിക്കെതിരെയും ADGPക്കെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും തൃശൂർ പൂരം കലക്കിയ കമ്മീഷണർ അങ്കിത് അശോകനെതിരെയുമെല്ലാം അഡ്വക്കേറ്റ് ജയശങ്കർ അതിനിശിതമായ ഭാഷയിൽ വിമർശനമുയർത്തുന്നു. ഈ വിമർശനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം ജയശങ്കർ സാറേ. നമസ്കാരം സാറേ, ഞാൻ വിളിച്ചത് നമ്മുടെ ഈ മുഖ്യമന്ത്രി ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് ഓരോ അന്വേഷണങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ അന്വേഷണങ്ങളൊക്കെ ഈ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ. ഉദാഹരണം, ഈ തൃശൂർ പൂരം കലങ്ങി അതിലുണ്ടായ ആ കലക്കിയത് ഇതുവരെ ആരാണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. വിവരാവകാശ പ്രകാരം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടേ ഉള്ളൂ, ഒന്നും നടന്നിട്ടില്ല. ഒന്ന് പറയാമോ സാർ ഇത്തരത്തിലുള്ള പ്രഹസനമായ അന്വേഷണങ്ങളെ കുറിച്ച്? തൃശൂർ പൂരത്തെ കുറിച്ച് ആദ്യം പറയാം. ഞാൻ എല്ലാ വർഷവും തൃശൂർ പൂരത്തിന് പോകുന്ന ആളാണ്. പൂരം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളാണ്. കണിമംഗല ശാസ്താവ് ആനപ്പുറത്തും അഡ്വക്കേറ്റ് ജയശങ്കർ കാൽമറയായിട്ടും ഏതാണ്ട് ഒരേ സമയത്താണ് ഈ പൂരപ്പറമ്പിൽ ചെല്ലുക. അത് സവിശേഷമായ ഒരു അനുഭവം വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കഴിഞ്ഞ തവണത്തെ പൂരത്തിന് തന്നെ ചെറിയ പ്രശ്നങ്ങൾ പോലീസ് ഉണ്ടാക്കിയിരുന്നു. ഈ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പോലീസ്. ആന പോലെ, അമ്പാരി പോലെ, അല്ലെങ്കിൽ മേളം പോലെ, വെടിക്കെട്ട് പോലെ, അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പോലീസ്. കാരണം ഒരു പോലീസുകാരന്റെ ഭാഗത്ത് എന്തെങ്കിലും അവിവേകമായ ഒരു പ്രവൃത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പൂരം വലിയ ദുരന്തത്തിൽ കലാശിക്കും. ആനയുടെ അല്ലെങ്കിൽ വെടിക്കെട്ടിനിടയ്ക്ക് അപകടം സംഭവിക്കുക, ഇങ്ങനെയൊക്കെയുള്ള വലിയ അപകട സാധ്യതകൾ ഇതിനകത്തുണ്ട്. പിന്നെ തീവ്രവാദികളുടെ ആക്രമണം ഉണ്ടാകും എന്ന ഭയം പോലും ചില കൊല്ലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഉണ്ടായിട്ട് വലിയൊരു പുരുഷാരം അവിടെ ഒത്തുകൂടുകയാണ്. തൃശൂർ പൂരപ്പറമ്പ് എന്ന് പറഞ്ഞ വലിയ ഒരു ജനസഞ്ചയമായിട്ട് മാറും. അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിതാന്തമായ ജാഗ്രതയും കരുതലും ആവശ്യമുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് നിസ്വാർത്ഥമായിട്ട് സേവനം നടത്തുന്നവരാണ് പോലീസുകാർ. അവരോട് എനിക്ക് വലിയ ആദരവുണ്ട്. പക്ഷെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു തെറ്റുപറ്റിയാൽ അതിന്റെ പ്രത്യാഘാതം ഭയങ്കരമായിരിക്കും. ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ ഒരു അവിവേകിയായ പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളാണ് കഴിഞ്ഞ തവണയും അനാവശ്യമായ നിയന്ത്രണങ്ങൾ അസ്ഥാനത്ത് പ്രയോഗിച്ച് ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി. അന്ന് തന്നെ പൂര കമ്മിറ്റിക്കാർ പാറമേക്കാവ് ദേവസ്വം, പാറമേക്കാവ് അതുപോലെ തിരുവമ്പാടി കൊച്ചി ദേവസ്വം ബോർഡൊക്കെ പറഞ്ഞാണ് ഇയാളെ വെച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഈ വർഷവും അദ്ദേഹം തന്നെ തുടരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം തികച്ചും അപ്രായോഗികമായിട്ടുള്ള പല നടപടികളും പ്രഖ്യാപിക്കുന്നു. അതിന്റെ ഫലമായിട്ട് പൂരപ്പറമ്പിലേക്കുള്ള ജനങ്ങളുടെ വരവ് തന്നെ തടസ്സപ്പെടുന്നു. അതിനുപരിയായിട്ട് ഇത് തെറ്റായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നുണ്ട്. ഈ രാവിലെ ഏറ്റവും ആദ്യത്തെ ചടങ്ങ് കണിമംഗല ശാസ്താവിന്റെ എഴുന്നള്ളത്താണ്. അവിടെ മുതൽ തന്നെ പ്രശ്നം ഉണ്ടാവും. ശാസ്താവിന്റെ എഴുന്നള്ളത്ത് വരുന്ന സമയത്ത് അതിലെ പ്രൈവറ്റ് ബസ് കയറ്റി. അങ്ങനെ അവിടെ ഗതാഗത കുറിച്ചുണ്ടായി, മൊത്തം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. ഇതൊക്കെ അറിയുന്ന ധാരാളം പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ട്. കഴിവും പ്രാപ്തിയുമുള്ള മുൻകാലങ്ങളിൽ പൂര ആഘോഷത്തിൽ പങ്കെടുത്ത് ഈ ചടങ്ങുകളുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ച ആളുകൾ. അവരുടെ ആരുടെ വാക്കുകൾ വിലമതിക്കാതെയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇതുപോലുള്ള അബദ്ധങ്ങൾ ചെയ്യുന്നത്. അപ്പൊ രാവിലെ മുതൽ കുഴപ്പമാണ്. ഇത് അട്ടിമറിക്കുന്ന ആരെങ്കിലും ഗൂഢാലോചന എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതിനുള്ള സാധ്യത എന്റെ അറിവിൽ കുറവാണ്. കാരണം എന്താ വെച്ചാൽ ഈ പറയുന്ന ആളുകളൊക്കെ പൂരപ്പറമ്പിൽ ആ സമയത്ത് തൊട്ടുണ്ട്. മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുണ്ട്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഈ അങ്കിത് അശോകനെ നിയന്ത്രിക്കാൻ കഴിവും അധികാരവുമുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ആ സമയത്ത് നിസ്സംഗരായി നിൽക്കുകയായിരുന്നു. അവരാരും ആ സമയത്ത് ഇടപെട്ടില്ല. എത്രയോ മന്ത്രിമാരുണ്ടായിരുന്നു, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടായിരുന്നു. അവർക്ക് ഇപ്പോ ഇതിന്റെ പുറകിൽ ഗൂഢാലോചനയാണ്, അട്ടിമറിയാണെന്ന് പറയുന്നവരാണ്. സത്യത്തിൽ ഇവരാരെങ്കിലും ഒരാൾ അവിടെ ഫലപ്രദമായിട്ട് ഇടപെടുകയും ഈ അവിവേകിയായ പോലീസ് ഉദ്യോഗസ്ഥനോട് അയാളുടെ നിലപാട് തിരുത്താൻ പറയുകയും ഇനി ഇവര് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് വിളിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ചെയ്യാറുണ്ടല്ലോ. മധ്യമേഖല IG അല്ലെങ്കിൽ സംസ്ഥാന പോലീസ് മേധാവി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, സാക്ഷാൽ മുഖ്യമന്ത്രി, ഇത്ര ആൾക്കാരൊക്കെ ഉള്ള ഒരു സംസ്ഥാനമല്ലേ കേരളം. മേലാവിൽ പറഞ്ഞ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ വരുന്നു. രാവിലെ 7 മണിക്ക് തന്നെ സംഗതി അബദ്ധമാണ്. അവിടുന്ന് അങ്ങോട്ട് അബദ്ധങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാവിലെ ഒരു 11:30 മണിക്ക് തിരുവമ്പാടിയുടെ ഗംഭീരമായ മഠത്തിൽ വരവുണ്ടാവും.
അവിടെയും ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണം അവിടെ ഈ പോലീസുകാർ പട്ടി ഷോ നടത്തുകയാണ്. പോലീസുകാർക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല, താല്പര്യം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത അല്ലെങ്കിൽ ഉത്തരവാദിത്വം കൂടിയ ഒരു ഉദ്യോഗസ്ഥൻ അവിടെ പലവിധ കുഴപ്പങ്ങളുണ്ടാക്കുകയാണ്. അപ്പൊ ഈ നേതാക്കന്മാരവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ കർണക്കുറ്റിക്ക് ഒരു അടി വെച്ച് കൊടുത്തെങ്കിൽ ഒരാൾ ചോദിക്കില്ല ആരാണിത്, ആരോട് ചോദിച്ചിട്ടാണ് കമ്മീഷണർ കർണത്ത് അടിച്ചതെന്ന് ചോദിച്ചാൽ തൃശ്ശൂരെ ഭൂരിപക്ഷം ആൾക്കാരുടെ നിർദ്ദേശം പ്രകാരമാണ് ഞാൻ അടിച്ചതെന്ന് പറയാം. അത് ചെയ്യാതെ അവിടെ കുന്തം മെഴുക പോലെ നിന്ന് ഈ ജനനേതാക്കന്മാർക്കില്ല, അവരാണ് ഈ പൂരം കലക്കിന്റെ ശരിയായ ഉത്തരവാദികൾ. അസീസ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എം വർഗീസ് ഉണ്ടായിരുന്നു, മന്ത്രി ബിന്ദു ഉണ്ടായിരുന്നു, കെ രാജൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനെക്കുറിച്ച് വിലപിക്കുന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് സുനിൽ കുമാർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ. കെ മുരളീധരൻ ഉണ്ടായിരുന്നു. ഒരാൾക്കും ഒരു വിഷമം തോന്നിയില്ല. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്ക് വിഖ്യാതമായ പാറമേക്കാവിന്റെ എലഞ്ഞിത്തറ മേളം നടക്കുകയാണ്. ആ എലഞ്ഞിത്തറ പന്തലിൽ കയറാൻ വന്ന ആൾക്കാരോട് എത്ര അപമര്യാദയായിട്ടാണ് പോലീസുകാർ പെരുമാറിയെന്നറിയാം. പന്തലിൽ കടക്കാൻ അവസരം കിട്ടിയ വളരെ കുറച്ചു പേര് ഒഴിച്ച് ബാക്കി ആളുകളെ ആരും ആ പരിസരത്ത് നിർത്തിയില്ല. അവിടെ വല്ല ഭീകരവാദികളുടെ ആക്രമണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ? അത് അലങ്കോലമാക്കി. അത് കഴിഞ്ഞ് തെക്കോട്ടിറക്കത്തിനും ഇദ്ദേഹം ഇതേ ആ പരിപാടി തന്നെ കഴിച്ചു. അപ്പോഴും ഈ പറഞ്ഞ ബഹുജന നേതാക്കന്മാരെ ആരും അനങ്ങിയില്ല. ഇതൊക്കെ അങ്ങനെ നടക്കും എന്ന് അവർ വിചാരിച്ചു. ഇതാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് നേരം വെളുക്കാറായപ്പോഴത്തേക്കും ഇയാളുടെ ഭ്രാന്ത് അല്ലെങ്കിൽ ചിത്തഭ്രമം അത് മൂർധന്യത്തിലെത്തി. അപ്പോഴാണ് ഈ തിരുവമ്പാടി പാറമേക്കാവൊക്കെ ഇനി അങ്ങോട്ടില്ല, നിങ്ങൾ എന്താ വെച്ച് ചെയ്തോ ഒഴുകി തിന്നോ എന്നുള്ള നിലപാടിലേക്ക് പോയത്. ഇതിനെക്കുറിച്ച് എന്ത് അന്വേഷണം നടത്തിയാലും ഇതൊക്കെ തന്നെ പുറത്തു വരുള്ളൂ. ഇനി അതിന്റെ പുറകിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് ചിലർ പറയുന്നത് കേട്ടു. എനിക്കറിയില്ല. അമേരിക്കയിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്ത് നിന്നുള്ള ചാരന്മാർ ഈ പൂരാഘോഷം നടക്കാൻ വേണ്ടി രംഗത്ത് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ആ നിരുത്തരവാദപരമായി പെരുമാറുന്ന അവിവേകിയായ പോലീസ് ഉദ്യോഗസ്ഥനെ വെച്ച് പൂരം നടത്തിക്കൊണ്ടൊന്ന് സംഭവിച്ച കുഴപ്പമാണ്. അങ്കിത് അശോകന്റെ സ്ഥാനത്ത് വേറെ കൊള്ളാവുന്ന അന്തസ്സുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല. സംഭവിക്കുമായിരുന്നെങ്കിൽ മുൻ കൊല്ലങ്ങളിൽ സംഭവിക്കട്ടെ, എന്താ സംഭവിക്കാൻ? അപ്പൊ ഇത് അലങ്കോലമാക്കിയത് ഈ കമ്മീഷണറാണ്. അയാളുടെ പേരിൽ അന്നക്കന്ന് നടപടി എടുത്തില്ല. അതാണ് വേറെ തെറ്റ്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ബാധിച്ചു എന്ന് പറഞ്ഞു. വെറും തെരഞ്ഞെടുപ്പിന്റെ വിഷയമല്ലല്ലോ. തൃശൂർ പൂരം എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വിഷയമാണ്. അല്ല, തൃശൂർ പൂരം അലങ്കോലമായപ്പോൾ സ്വാഭാവികമായിട്ടും ആ പൂരപ്രേമികൾക്ക് വിശ്വാസികൾക്ക് വലിയ മുറിവേറ്റു. അത് സ്വാഭാവികമല്ലേ. ആ പൂരം കലങ്ങേറ്റ് പിറ്റേ ദിവസം ഈ ബഹുജന നേതാക്കന്മാരെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ പറയാഞ്ഞ്? അങ്കിത് അശോകനെ അന്നക്കന്ന് സസ്പെൻഡ് ചെയ്യാൻ എന്തുകൊണ്ടാണ്? പൂരത്തിന്റെ പിറ്റേ ദിവസം അയാളെ സസ്പെൻഡ് ചെയ്യാൻ അതിന്റെ അന്തസ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം സസ്പെൻഡ് ചെയ്തെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒരുപക്ഷെ ഇതാകുമായിരുന്നില്ല. ഇവരുടെ ആരുടെ കയ്യിൽ കയറി പിടിച്ചിട്ടില്ലല്ലോ സസ്പെൻഡ് ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ പറഞ്ഞത് ഇയാളെ സ്ഥലം മാറ്റും. എപ്പോൾ സ്ഥലം മാറ്റും? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണിന്റെ പിറ്റേ ദിവസം സ്ഥലം മാറ്റും. പിറ്റേ ദിവസം സ്ഥലം മാറ്റിയിട്ട് വല്ല കാര്യമുണ്ട്? ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാഞ്ഞുകൊണ്ട് സംഭവിച്ച കുഴപ്പമാണ് തൃശൂർ പൂരം അലങ്കോലമായത്. അതിനെക്കുറിച്ച് ഇനി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനോ സ്കോട്ട്ലൻഡ് യാർഡോ ഇനി അതിനെ വില്ലുന്ന കേരള പോലീസ് അന്വേഷണം നടത്തിയാലും ഒരു പിണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല. ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. പിന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്ന അന്വേഷണം നടത്തി പോലീസുകാരെന്ന് പറയുന്നു. ഇനിയിപ്പോ അവരുടെ റിപ്പോർട്ട് ചെയ്തതിലേക്ക് നമുക്ക് ഊഹിക്കാം. പോലീസുകാരുടെ അടുത്ത അന്വേഷണത്തിൽ തൃശൂർ പൂരം കലക്കിയത് അതിന്റെ ജാതകദോഷം കാരണമാണെന്നും അല്ലെങ്കിൽ ലഗ്നാധിപനായ സൂര്യൻ കുജൻ ഇവരൊക്കെ 7ാം ഇടത്തിൽ നിന്ന് 9ാം ഇടത്തിലേക്ക് മാറിക്കൊണ്ടാണെന്നൊക്കെ പറയാൻ സാധ്യതയുണ്ട്. അതിനപ്പുറത്ത് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം യഥാർത്ഥ കുറ്റവാളി ഈ അങ്കിത് അശോകനാണ്. ഇനി അയാളുടെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു, സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടായിരുന്നു, ഇയാൾക്ക് വേറെ ഏതെങ്കിലും സംഘടനകളുടെ ധനസഹായം ഉണ്ടായിരുന്നു, നമുക്കറിയില്ല. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യം. സാർ, ഇതില് സാറ് പറഞ്ഞ ഈ പുറകിൽ കളിച്ച ആൾക്കാരിൽ ADGP ഉണ്ടെന്നാണ് സാർ പറയുന്നത്. സാറ് ADGP ഉണ്ടെന്ന് നമ്മുടെ പ്രിയ സുഹൃത്ത് അൻവർ പറയുന്നത് എനിക്കറിയില്ല. ADGP ഉണ്ടായില്ലെന്നറിയില്ല. ADGPയുടെ സ്വഭാവം ചോക്കുമ്പോൾ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഇതുകൊണ്ട് ADGPക്ക് എന്ത് നേട്ടം എന്നൊരു ചോദ്യം വേറെ ഇല്ല. അതിനൊരു കാര്യം വേണ്ടേ? ഏതായാലും നമ്മൾ കണ്ട പ്രതി നമ്മളുടെ അറിവിലും അനുഭവത്തിലും പരിചയത്തിലും ഇത് കലക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ആള് ഈ കമ്മീഷണറാണ്. വരുത്തിയ രാഷ്ട്രീയ നേതൃത്വം അവരുടെ ഭാഗത്താണ് ഏറ്റവും വലിയ വീഴ്ച ഉണ്ടായത്. ഒരു അവിവേകായ പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ ഇത്ര വലിയൊരു ഒരു മെഗാ ഇവന്റ് ഇല്ലേ കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു ഷോയാണ്. അത് എത്ര നൂറ്റാണ്ടുകളായിട്ട് നടക്കുന്നത്. അത് അലങ്കോലപ്പെടുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്ന വേറൊരു കാര്യമുണ്ട്. ഞാൻ പറയുന്നത് കേവലം ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ കലക്കാവുന്ന ഒരു സാധനമാണ് തൃശൂർ പൂരം. അങ്ങനെയാണെങ്കിൽ ആ സംവിധാനത്തിന് എന്തോ കാര്യമായ തെറ്റുണ്ട്, എന്തോ തകരാറുണ്ടെന്നുള്ളത്. മാത്രമല്ല മേലുദ്യോഗസ്ഥന്മാർ ഇത്ര അധികം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നില്ലേ, രാഷ്ട്രീയ നേതൃത്വം ഉണ്ടായിരുന്നില്ല, മന്ത്രിമാരുണ്ടായിരുന്നില്ലേ, ഇവർക്കൊരു ഉത്തരവാദിത്വമില്ലേ? അയാൾ കലക്കട്ടെ, ഈ സാമ്രാജ്യത്വമാണ് അതിന്റെ പുറകിൽ സാമ്രാജ്യത്വം ആവട്ടെ എന്ന് വിചാരിച്ച് കൈ കെട്ടിയിരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. സാർ, എന്തായാലും അതൊരു മുൻകൂട്ടിയുള്ള പൂരം കലക്കലായിരുന്നു. അവിടെ മുതൽ തന്നെ മുഖ്യമന്ത്രിയെ
മകൾക്ക് വേണ്ടി തൃശ്ശൂര് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുള്ള ഒരു പ്ലാൻ ADGP BJP നേതാവുമായി നടത്തി എന്നാണ് ഇന്നിപ്പോ വി ഡി സതീശൻ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രിക്ക് ഒളിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് അന്വേഷണമെന്ന് പറയുകയും ഒരു വിരൽ തുമ്പ് പോലും അനക്കാത്തത് മുഖ്യമന്ത്രി ഭയക്കുന്നുണ്ട് വല്ലാതെ എന്ന് കൂടെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സാർ അതുകൊണ്ട് ഒന്ന് പറഞ്ഞിട്ട് നോക്കി. അത് സ്വാഭാവികമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കവചവും കുണ്ടലവുമാണ് നമ്മുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ADGP ഒരു തനികണം കൊള്ളാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ പോലീസ് ഫോഴ്സിനുള്ളിൽ ഏറ്റവും വഷളനായ ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷെ അയാളുടെ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഏറ്റവും കഴിവിട്ട ഉദ്യോഗസ്ഥനാണ്. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ഒരു കാരണവശാലും തലയിൽ തൊപ്പി വെക്കാൻ അനുവദിക്കപ്പെടാൻ പാടില്ലാത്തൊരു ഉദ്യോഗസ്ഥനുമാണ്. ഇത് രണ്ടും സത്യമാണ്. അപ്പൊ എന്തുകൊണ്ട് കഴിവില്ലാത്ത മനുഷ്യനെ മേധാവിയായിട്ട് വെച്ചിരിക്കുന്നു? എന്തുകൊണ്ട് കഴിവ് കൂടുതലായ ഒരാളെ ഈ ക്രമസമാധാന ചുമതല കൊടുത്ത് അവിടെ ഇരുത്തിയിരിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ താല്പര്യങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ആളുകളെ ദുരുപയോഗം ചെയ്യും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് അന്വേഷണം നടക്കാത്തത്. അതുകൊണ്ടല്ലേ ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷികളും സ്വന്തം പാർട്ടിക്കാരും ഒക്കെ അങ്ങനെയാണ് ഇയാളെ മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ടും അത് പറ്റില്ല, ഇയാൾ തന്നെ വേണം എന്ന് മുഖ്യമന്ത്രി വാശി പിടിക്കുന്നു. വളരെ ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും സംശയമുള്ളത്.